ചെങ്കോട്ട സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് ഞെട്ടിപ്പിക്കുന്ന നിർണായക തെളിവുകൾ വീണ്ടെടുത്ത അന്വേഷണ ഏജൻസി. വൈറ്റ് കോളർ ഭീകരവാദ ചങ്ങലയിലെ കണ്ണികളായ ഡോക്ടർ മുസമിലും ആദിലുമാകട്ടെ ബോംബുകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കുന്ന വീഡിയോകൾ തങ്ങളുടെ ഫോണിൽ സൂക്ഷിച്ചതായിട്ടാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഏകദേശം 80ഓളം വീഡിയോകളാണ് ഇതിലൂടെ തന്നെ ഈ ഫോണിൽ ഉണ്ടായിരിക്കുന്നതും. ഒപ്പം തന്നെ ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയുടെ തലവനായ മസൂദ് അസറിന്റെ ചില തീവ്രമായ പ്രസംഗങ്ങളും ഇതോടൊപ്പം തന്നെ ഈ ഒരു തെളിവുകളിൽ വീണ്ടെടുത്തവയിൽ ചിലതാണ്. ബോംബുണ്ടാക്കുവാനും കെമിക്കൽ റിയാക്ഷനുകൾ അതുപോലെ ചെയിൻ റിയാക്ഷനുകൾ എന്നിവ നടത്തുവാനുമുള്ള അറിവുകൾ പകർന്നു തരുന്ന വീഡിയോകളാണ് ഇതിൽ അധികവുമായി തന്നെ കണ്ടെടുക്കുന്നത്. ഇവരുടെ മൊബൈൽ ഫോണുകളിൽ നിന്നും അവർ മായ്ച്ചു കളഞ്ഞ, അതായത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ വീഡിയോ സന്ദേശങ്ങൾ അടക്കമാണ് ഇപ്പോൾ ഫോറൻസിക് പരിശോധനയിൽ വീണ്ടെടുത്തപ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന വീഡിയോകൾ ശ്രദ്ധയിൽപ്പെടുന്നതും. മാത്രമല്ല ഇവരാകട്ടെ ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഭീകരാക്രമണം നടത്താനായി പദ്ധതിയിട്ടിരുന്നതായും ഇതിലൂടെ കണ്ടെത്തുകയും ചെയ്തിരിക്കുകയാണ്. പ്രധാനമായും ഇന്ത്യയെ തന്നെയാണ് ഇവർ ലക്ഷ്യം വെച്ചതെന്നാണ് ഡിജിറ്റൽ തെളിവുകൾ നൽകുന്ന വിവരങ്ങൾ. അതിനായി തന്നെ ഇന്ത്യയിലെ യുവാക്കളെയും ഇവർ ലക്ഷ്യം വയ്ക്കുകയും ചെയ്തു. തീവ്രവാദ ആശയങ്ങൾ കൂടുതലായും പ്രചരിപ്പിക്കുവാനും അവരെ അത് പഠിപ്പിക്കുവാനും വേണ്ടി അനുയോജ്യമായ സ്ഥലം എന്ന നിലയ്ക്ക് തന്നെ അവർ തിരഞ്ഞെടുത്തത് മദ്രസകൾ തന്നെയാണ്. അതിന്റെ ഉദാഹരണമായി തന്നെയാണ് അൽ ഫലാഖ് ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ തന്നെ നിരവധി അനധികൃത ഫണ്ടിംഗ് അവർക്ക് വന്നതായും തന്നെ കണ്ടെത്താൻ സാധിച്ചതും എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പുൽവാമയിലെ ഡോക്ടർ മുസ്മിൽ ഷക്കീർ ഖാനെ, അതുപോലെ തന്നെ അനന്ത് നഗറിലെ ഡോക്ടറായ ആദിൽ, ലക്നൌവിൽ നിന്നുള്ള മറ്റൊരു വനിതാ ഡോക്ടറായ ഷഹീൻ ഷെയ്ദ് എന്നിവരെല്ലാം തന്നെ ഇതിൽ പങ്കാളികളായി തന്നെ ചില സന്ദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്തതായി തന്നെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇവരുടെ എല്ലാവരുടെയും ഫോണിൽ നിന്നും ഈ വീഡിയോകൾ വീണ്ടെടുക്കുകയാണ് ചെയ്തിരിക്കുന്നതും. ഇവർ ജെയ്ഷെ മുഹമ്മദ് നേതാവായ മസൂദ് അസറിന്റെയും അതേപോലെ തന്നെ മറ്റു ഭീകരവാദ നേതാക്കന്മാരുടെ വീഡിയോകളടക്കം നിരന്തരം കേട്ടിരുന്നതായി വ്യക്തമാകുന്നു. ഈ വീഡിയോകളും ഇവർ വീണ്ടെടുക്കുകയും ചെയ്തു. ഇന്ത്യയിലെ അയോധ്യ ക്ഷേത്രം ഉൾപ്പെടെ തന്നെ നിരവധി ക്ഷേത്രങ്ങളുടെ വീഡിയോകൾ, ഡൽഹി, ഉത്തർപ്രദേശ്, മുംബൈ എന്നിവിടങ്ങളിലെ തന്നെ ആൾക്കൂട്ടം തിങ്ങി നിറഞ്ഞ മാർക്കറ്റുകളുടെ വീഡിയോകൾ എന്നിവയെല്ലാം തന്നെ ഇവരുടെ ഫോണിൽ നിന്നും കിട്ടുകയാണ് അല്ലെങ്കിൽ കണ്ടെടുക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നത്. ഇവിടങ്ങളിൽ സ്ഫോടന പരമ്പര സൃഷ്ടിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. മാത്രമല്ല തുർക്കിയിൽ ഡോക്ടർ മുസമിലും ഡോക്ടർ ഉമർ നബിയും ചേർന്നുകൊണ്ട് തന്നെ സിറിയയിലെ ISIS കമാൻഡർമാരുമായി തന്നെ 2022 കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തതായും കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം മനുഷ്യ ബോംബറുകളാകാൻ ഡോക്ടർ ഷഹീൻ ആകട്ടെ തിരഞ്ഞെടുത്തിരുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, കല്യാണം കഴിഞ്ഞ് ബന്ധം വേർപിരിഞ്ഞ് നിൽക്കുന്ന മുസ്ലിം സ്ത്രീകളെയാണ് എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന വാർത്ത. ഇതോടുകൂടി തന്നെ വൈറ്റ് കോളർ ഭീകരതയുടെ ഭാഗമായി തന്നെ മാറിയ ഡോക്ടർമാരിൽ ഡോക്ടർ ഷഹീനെ പോലെ വേറെയും ഡോക്ടർമാർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതായിരുന്നു ചോദ്യങ്ങൾ ഉയർന്നതും. ഡോക്ടർ ഷഹീൻ കൈമാറിയ അവരുടെ വാട്സപ്പ് സന്ദേശത്തിൽ നിന്നാണ് മുസ്ലിം സ്ത്രീകളെ എങ്ങനെ തീവ്രവാദത്തിന്റെ കൈകളിലേക്ക് എത്തിക്കുകയും അവർ എങ്ങനെ ഇവരുടെ കെണിയിൽ വീണത് എന്നതോ അടക്കമുള്ള വിവരങ്ങളാണ് പുറം ലോകം അറിഞ്ഞത്. ഇവരെ തന്ത്രപൂർവ്വം പുറത്ത് അവരെ പറഞ്ഞു വിശ്വസിപ്പിച്ചുകൊണ്ട് തന്നെ മനുഷ്യ ബോംബറുകളാക്കാൻ വേണ്ടി എത്തിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല ഇവരുടെ തന്നെ സ്ലീപ്പർ സെല്ലുകൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഒപ്പം തന്നെ ഇവരുടെ പക്കൽ വ്യക്തമായ പ്ലാൻ ഉൾപ്പെടെ തന്നെയാണ് രാജ്യത്ത് അത് ആവിഷ്കരിക്കാൻ വേണ്ടി ചുറ്റിത്തിരിഞ്ഞതെന്നതാണ് മറ്റൊരു വസ്തുത. അതേപോലെ തന്നെ ലഷ്കർ ഇ തൈബയുടെ വനിതാ വിഭാഗ സംഘടനയുടെ ഭാഗമായ ഡോക്ടർ ഷഹീൻ ആകട്ടെ മനുഷ്യ ബോംബറായി ഭീകരപ്രവർത്തനം നടത്താൻ അല്ലെങ്കിൽ അതിൽ ചാവേറാക്കാൻ കണ്ടെത്തിയിരുന്നത് മുസ്ലിം സമുദായത്തിലെ പാവപ്പെട്ടവരെയും സാമ്പത്തിക സഹായം ആവശ്യമുള്ളവരെയുമായിരുന്നു എന്നതാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.